ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ അറസ്റ്റിലായ ജീവനക്കാരുമായി അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ്. തട്ടിപ്പ് നടത്തിയ രീതി ക്രൈംബ്രാഞ്ച് സംഘം പ്രതികളുമായി പുനരാവിഷ്കരിച്ചു. തെളിവെടുപ്പിനിടെ പ്രതികൾ കുറ്റം സമ്മതിച്ചു. അട്ടകുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിലായിരുന്ന രാധാമണി, വിനീത എന്നിവരെ കഴിഞ്ഞ ദിവസമാണ് തെളിവെടുപ്പിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. ദിയ കൃഷ്ണയുടെ കവടിയാറിലെ ബോട്ടിക്കിലെത്തിച്ചാണ് മുൻ ജീവനക്കാരായ പ്രതികളുമായി ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തിയത്. പ്രതികൾ തട്ടിപ്പ് നടത്തിയ രീതി അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. QR കോഡ് മാറ്റി സ്ഥാപിച്ച് സംശയത്തിന് ഇട നൽകാതെ തട്ടിപ്പ് നടത്തിയത് എങ്ങനെയെന്ന് ക്രൈംബ്രാഞ്ച് DSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തോടാണ് പ്രതികൾ വിശദീകരിച്ചത്. സമീപ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിൽ നിന്ന് സാക്ഷിമൊഴികളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു. വിശദമായ പരിശോധനയ്ക്കായി സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുകളുടെ രജിസ്റ്ററുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. QR കോഡ് മാറ്റി തട്ടിപ്പ് നടത്തിയത് എങ്ങനെയെന്ന് വിശദീകരിക്കുമ്പോഴും പ്രതികളായ രാധാമണി, വിനീത എന്നിവരുടെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അന്വേഷണ സംഘത്തെയും അമ്പരപ്പിച്ചു. തട്ടിയെടുത്ത പണം യുവതികൾ നിക്ഷേപിച്ച വലിയ തുറയിലെ ബാങ്ക് ശാഖകളിലും ക്രൈംബ്രാഞ്ച് സംഘം പ്രതികളെ എത്തിച്ച് തെളിവ് ശേഖരിക്കും. മീഡിയ 1 തിരുവനന്തപുരം.